ഇന്ന് ഞങ്ങളുടെ അരുവിക്കര വീട്ടിൽ വെച്ച് ഒരു നേർച്ച ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം നേർച്ച കഴിഞ്ഞ ആളുകളൊക്കെ പോയിട്ടുണ്ട്. പിന്നെ നമ്മളെല്ലാവരും ഉണ്ട് കേട്ടോ. അപ്പം നമ്മളൊക്കെ ഓരോന്നും ചെയ്തുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ അതിനിടയിൽ നമ്മുടെ ഭൂസമ്മയും ഹാദിയയും കൂടെ മുറ്റത്തോട് നടക്കുകയാണ്. ഞാനാണെങ്കിലോ ഹാദിയാക്ക് വാരി കൊടുക്കാനായിട്ട് ചോറും എടുത്തോണ്ട് പുറകെ നടപ്പുണ്ട്. അപ്പോൾ അതാ ഭൂസമ്മേരെ മക്കളൊക്കെ വലുതായിട്ടുണ്ട് കേട്ടോ. അന്ന് ഞാൻ കുഞ്ഞായിരുന്നപ്പോൾ കാണിച്ചു തന്നേലേ 2 പൂച്ചക്കുട്ടികളും ആ തള്ളമ്മയും കൂടെ ഞാൻ ഈ ചിക്കനും ചോറും ഒക്കെ വാരി കൊടുക്കുന്നത് കണ്ടിട്ട് അവിടെ വന്നിടുന്ന മെനയാണ് കേട്ടോ. ഇപ്പം കിട്ടുമെന്നും പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇത് ഇക്കാടെ മാമാടെ മോളുടെ മോനാണ് കേട്ടോ. അവൻ വന്നിട്ട് വീട്ടിലോട്ട് പോവുകയാണ്. എൻ്റെ അടുത്ത് ചിക്കൻ ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ ബൂസമ്മ ചുറ്റിപ്പറ്റി നിൽപ്പുണ്ട് കേട്ടോ. ഞാൻ പിന്നെ ഒരു പീസ് പിച്ചങ്ങ് ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ ഇത് അടുത്ത കുഞ്ഞിപ്പൂച്ചയും വന്നു. പക്ഷേ നല്ലൊരു അമ്മ തന്നെ കേട്ടോ. കൊച്ചുങ്ങൾക്ക് കൊടുത്ത പീസ് കൂടെ അമ്മ അകത്താക്കിയിട്ടുണ്ട്. അത് കഴിഞ്ഞിതാ സുമയുടെ മാമിയൊക്കെ പോവാണ്. അപ്പോൾ നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത് വല്ലപ്പോഴും ആണല്ലോ നമ്മളിങ്ങനെ എന്തെങ്കിലും ആവശ്യങ്ങൾ വരുമ്പോൾ വീട്ടിലെല്ലാവരും കൂടെ ഒത്തുകൂടുന്നത്. അപ്പോൾ സുമയുടെ നാത്തൂനൊക്കെ ഉണ്ടായിരുന്നു. അവരൊക്കെ നേരത്തെ ഇറങ്ങി ഫ്രണ്ടിലോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ അതാ പിള്ളേരാണെങ്കിൽ ഇതാ ഇവിടെ ഇരുന്ന് ബിഗ് ബോസ് കളിക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ ബിഗ് ബോസിലെ സുപ്രഭാതമാണ് അവിടെ നടക്കുന്നത്. പിള്ളേർ പോലും ബിഗ് ബോസിൻ്റെ ഫാനായി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ എല്ലാവരും കൂടെ ടെറസിലോട്ട് കയറി കുറച്ച് മുന്തിരിച്ചൊക്കെ നദീറെത്താര ടെറസിലോട്ട് വിളഞ്ഞ് വാരി കിടപ്പുണ്ട് കേട്ടോ. അപ്പോൾ അത് പറിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് കയറിയത്. ഈ പിള്ളേർക്ക് എന്താണെന്നറിയില്ല, എന്നെ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടം. ഞാനും അവരുടെ കൂടെ അങ്ങ് ചേർന്നോളും കേട്ടോ. പിന്നെ നമ്മളെല്ലാവരും പിള്ളേരായിട്ട് അങ്ങ് മാറും. വലിയ ഇത്തമാരെല്ലാം കൂടെ അടുക്കളയിൽ ജോലിയും ചെയ്യും, ഞാൻ ഇവരുടെ കൂടെ കിടന്നിങ്ങനെ വരയ്ക്കുകയും ചെയ്യും കേട്ടോ. അങ്ങനെ അപ്പുറത്തെ വീട്ടിലെ ജോലിയെല്ലാം തീർത്ത് നസീറത്തായി നദീറത്തായി സേഫത്തായിട്ട് ഇങ്ങോട്ട് വന്നപ്പോൾ നമ്മൾ കുറേ മുന്തിരി ചക്കകളുമായിട്ട് ടെറസിൽ നിന്ന് ഇങ്ങോട്ട് വന്നു കേട്ടോ. അങ്ങനെ അതും കഴിഞ്ഞാൽ ഇനി ഇവിടെയാണ് ഞങ്ങളുടെ അങ്കത്തട്ട് ഇനി നദീറത്തര വീടാണ് കേട്ടോ. ഇവിടെ ഇരുന്ന് കുറേ നേരം കഥകളും നുണകളും ഒക്കെ പറഞ്ഞ് നമ്മൾ ഇങ്ങനെയൊക്കെ കൂടുമ്പോഴാണല്ലോ നുണയും പുതിയൊക്കെ പറയാൻ പറ്റുന്നത്. അങ്ങനെ നമ്മൾ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഇർഫാനും ഇക്കായും ഒക്കെ വന്നിട്ടുണ്ട്. പിന്നെ അവരും കൂടെ കൂടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെ വീഡിയോ എടുക്കുന്ന കാണുമ്പോഴേ നസീറത്തതാ ഇങ്ങനെ മണവാട്ടിയായിട്ട് മുഖം മറഞ്ഞങ്ങ് ഇരിക്കും കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ നദീറത്തയുടെ കല്യാണ ആൽബമൊക്കെ എടുത്ത് വെച്ച് കാണുമായിരുന്നു കേട്ടോ. 3 വർഷം മുമ്പ് ഇത്താടെ ഹസ്ബൻഡ് മരണപ്പെട്ടു പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിതാ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ആൽബമൊക്കെ എടുത്ത് വെച്ചാണ് കാണുന്നത്. അപ്പോൾ ഇതാ രാത്രിയായപ്പോൾ നമ്മൾ പിന്നെ വീട്ടിലോട്ട് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ.